വെരി വാം ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിത പ്രശ്നങ്ങളും സ്ട്രെസ്സും ജീവിതത്തിലെ ഭീതികളും ഒക്കെ എങ്ങനെ നേരിടാം എന്നതാണ്. ഓക്കെ, ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾക്കാരും ഇല്ല. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, യുവാക്കൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, മുതിർന്നവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് ഒരാളുടെ വിജയം. പ്രശ്നങ്ങൾക്ക് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഒരാൾ നമ്മളോട് വളരെയധികം റോങ് ആയിട്ട് പെരുമാറി. നമ്മളൊരു ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ ഉത്തരം കിട്ടാത്തൊരു കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ ഹരാസ് ചെയ്യും. അല്ലെങ്കിൽ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നം, കുടുംബത്തിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങൾ കുടുംബത്തിൽ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അസുഖം പിടികിട്ടും, നമ്മൾ മരിക്കുമോ എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഭീതി. അപ്പോൾ ഈ കൺഫ്യൂഷൻസ്, ഈ ഭീഷണികൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് സീസണിലൊക്കെ കുറേ കാലം സ്കൂളില്ലാതിരുന്നു അല്ലേ. അപ്പോൾ ആകെ സന്തോഷം ഉണ്ടായിരുന്നു സ്കൂളിലെ കൂട്ടുകാരെ കാണാന്നുള്ളായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക, ഒരു വിങ്ങൽ. അതൊക്കെ എന്താണ് ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തീരെ പണം ഇല്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് ഒരു എക്കണോമിക് പ്രോബ്ലമാണ്. അതും ഒരു ത്രെട്ടൻഡ് എന്താ പറയുക, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ നമുക്കൊരു യുദ്ധം വന്നിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഫാമിലി എല്ലാം ഇട്ടെറിഞ്ഞ്, അല്ലെങ്കിൽ വല്ല വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട്, ഇപ്പോൾ വയനാട്ടിലൊക്കെ ഉള്ള പോലെ അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ സ്ഥലത്തേക്ക് പോവുക. പിന്നെ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷൻസ്, ത്രെട്ട്സ് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരനുഭവിക്കപ്പെടുന്നത് എന്താണെന്ന് പോലും അറിയുന്നില്ല. അതിന് മുമ്പ് ഇത്രയും ധാരാളം ലോഡ്സ് അവരുടെ മനസ്സിൽ വരികയാണ്. അതേപോലെ വയലൻസ് എന്ന് പറയുമ്പോൾ യുദ്ധം അല്ലെങ്കിൽ വർഗീയ ലഹള. ഈ സമയത്തൊക്കെ ആൾക്കാർ പേടിക്കുന്നു മാത്രമല്ല, അവരുടെ ചിന്ത തന്നെ കുറേ മാറിപ്പോകും. അതിനെങ്ങനെ നേരിടണം എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ അവർ വളരെയധികം ദുർബലരായിട്ടുള്ള ഒരു മനുഷ്യരായിട്ട് മാറും. അത് മാത്രമല്ല, വീട്ടിലുള്ള ആരെയും ഭയങ്കരമായിട്ട് കച്ചറ, ആർഗ്യുമെൻറ്റ്സ് അങ്ങനെ വന്നാലും ഇതൊക്കെ എന്താണ്, ടെൻഷൻ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കരിയർ എങ്ങനെയാണ് വളരുന്നില്ല എന്ന് തോന്നാം. നമുക്ക് കരിയർ ഇനിയിപ്പോൾ എന്ത് പഠിക്കണം എന്നൊന്നും അറിയില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രസൻറ്റിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ മറക്കും. നമ്മൾ ഫ്യൂച്ചറിൽ അങ്ങനെ ആലോചിച്ച് പോകും. പ്രസൻറ്റ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ. വേറൊരു മേജറായിട്ടുള്ള നമ്മളെ കുട്ടികൾക്കുള്ള പ്രശ്നമാണ് കോൺഫ്ലിക്റ്റ് വിത്ത് കൊളീഗ്സ്. അതായത് കോളേജിലുള്ള കുട്ടികളായിട്ട് തീരെ യോജിച്ച് പോകാൻ പറ്റാതിരിക്കുക. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സ്ട്രെസ്സ് കൂടും. ഇങ്ങനെ കൂടുന്ന സമ്പത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ്സ് എന്ന്. ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പുതിയ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്താൽ നമ്മൾ സ്ട്രോങ് ആവും, നമ്മൾ വളരെയധികം നല്ലൊരു പേഴ്സണാലിറ്റി ആവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ അതിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ആൽക്കഹോളും ഡ്രഗ്സും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയല്ല ശരി. പക്ഷേ ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ ടെൻഷൻ നമ്മളെ തന്നെ എന്താ പറയുക മാറ്റിമറിച്ചാൽ നമുക്ക് നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ കാലം പോലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയാതിരിക്കും. എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ സാവധാനം മെൻ്റൽ പ്രോബ്ലംസ് വരും. കാരണം സ്ട്രെസ്സ് അതിനേക്കാൾ കൂടിയാൽ കുറേ കാലം സ്ട്രെസ്സ് വന്നാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യും, മാനസികമായിട്ട് അവർ തളരാൻ കാരണം അവരുടെ മെൻ്റൽ ഹെൽത്ത് ലോ ആവും. സോ നിങ്ങളുടെ പ്രോബ്ലം ഏതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. എന്താണ് ഇതിൽ പ്രോബ്ലം? കോൺഫ്ലിക്റ്റ് വിത്ത് കൊളീഗ്സ് ആണോ, വീട്ടിലെ പ്രശ്നങ്ങളാണോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, പൈസ ഇല്ലാത്ത പ്രശ്നമാണോ? അതാദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ നിങ്ങളെ ചുറ്റുമുണ്ട്, ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, ലോകാരോഗ്യ സംഘടന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു കരുത്ത് പകരാൻ ഇറക്കിയ ഒരു ഗൈഡ് ലൈൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഗൈഡ് ലൈൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാം, നിയന്ത്രിക്കാൻ, കൈകാര്യം ചെയ്യാം. അതുപോലെ ഇങ്ങനെ നിങ്ങൾ ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്ട്രെസ്സ് വന്നാൽ സാധാരണയായിട്ട് ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ മാർക്ക് വാങ്ങിയ കുട്ടിയായിരിക്കും, പക്ഷെ പഠനത്തിൽ എന്ത് ചെയ്യില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ കഴിയില്ല. ചിലർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അതിൻ്റെ മാനസിക പ്രശ്നമല്ല സംഭവം, സ്ട്രെസ്സ് കൂടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, ഉണ്ടാതിരിക്കും. ചിലർ കുറേ നേരം ഉറങ്ങാൻ ശ്രമിക്കും, കാരണം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട്.
ചിലർ വളരെ സങ്കടപ്പെടും, ചിലരാകെ ബേജാറാവും, വറീസ്, ചിലവർ കരയും, ആരും കാണാതെ മെല്ലെ കരയും. കാരണം ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്ന അവർക്ക് അറിയില്ല. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ വളരെ ക്ഷീണം, ഒന്നിനൊരു ഉഷാറില്ലാതെ എപ്പോഴും ക്ഷീണമായിട്ട് നിൽക്കും. ചിലർ നന്നായി ഭക്ഷണം കഴിക്കും, ചിലർ തീരെ ഭക്ഷണം കഴിക്കില്ല. ഇതൊക്കെയാണ് സാധാരണയായിട്ട് സ്ട്രെസ്സിന് ഇവർ കാണിക്കുന്നത്. ഇനി ഈ സ്ട്രെസ്സ് വീണ്ടും കൂടിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചിലർക്ക് തലവേദന വരും, ചിലർക്ക് ഷോൾഡർ പെയിൻ വരും, ചിലർക്ക് ബാക്ക് പെയിൻ വരും, ചിലരുടെ വയറിന് അസ്വസ്ഥത വരും, ചിലരെ മസിലാകെ ടൈറ്റായിട്ട് പിടിക്കും, ചിലർ എന്ത് ചെയ്യും, നല്ല നെഞ്ഞിനൊരു ഭാരം എന്ന് പറയും, മനസ്സിനൊരു ഭാരം എന്ന് പറയും. അതൊക്കെ എന്താണ് ഈ സ്ട്രെസ്സ് അമിതമായത് കൊണ്ടുള്ള സാധനം. ചിലർക്ക് തൊണ്ടയിലൊരു മുഴ ഉണ്ട് എന്നുള്ള തോന്നലായിരിക്കും, ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഇതൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ ഹൈ ലെവലായിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ. അങ്ങനെ ഇവർ പാസ്റ്റിലും ഫ്യൂച്ചറിലുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തും വരാൻ പോകുന്ന കാലത്തുമായിട്ട് കഴിഞ്ഞു പോയ കാലങ്ങളിലെ മിസ്റ്റേക്സ് ഒക്കെ കൗണ്ട് ചെയ്ത് അവരങ്ങനെ കഴിയും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സ്ട്രെസ്സിന് നല്ലൊരു എഫക്റ്റ് ഉണ്ട്. അത് നടുവിലാണെങ്കിൽ, മിഡിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ മുൻപ് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തെറ്റ് തിരുത്തി ഫ്യൂച്ചറിൽ കുറേ ബെറ്ററായിട്ട് നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും. അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സ് വന്നാലാണ് നമ്മളെ അതായത് കൊളുത്താണ് ഹുക്ക്ഡ് അപ്പ്. നമ്മളെന്ത് ചെയ്യും, ഏത് കാര്യവും നമുക്ക് സന്തോഷം കണ്ടെത്താനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തകളായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരാൾ കൊളത്തിയിട്ട് ബാക്കിൽ നിന്ന് വലിക്കുന്ന പോലെ ഈ ചിന്തകൾ നമ്മളെ ബാധിക്കും. നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തലായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി. പക്ഷേ ഉത്തരം കിട്ടൂല. നമ്മൾ കുട്ടികളൊപ്പം കളിക്കുക വിചാരിച്ചോ, അപ്പോൾ നമ്മൾ ആ ചിന്തകൾ നമ്മളെ ബാധിക്കും. നമുക്ക് കളിയിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ നിന്ന് ആഘോഷിക്കുകയെന്ന് വിചാരിച്ചോ, അപ്പോഴും നമ്മൾ ആ ചിന്തകൾ നമ്മളെ ബാധിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് അതിലേക്ക് ഇൻവോൾവ്ഡ് ആവാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സിൻ്റെ ചിന്തകൾ നമ്മളെ മറ്റുള്ളവരോട്, നമ്മുടെ വാല്യൂസ്, നമുക്ക് കുറേ നല്ല വാല്യൂസ് ഉണ്ടല്ലേ, നല്ല ചിന്തകൾ, നല്ല മനസ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, ഈ വാല്യൂസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. കാരണം ഈ ചിന്തകൾ കാരണം നമ്മൾ മറ്റുള്ളവരോട് ആംഗ്രി, പൊട്ടിത്തെറിച്ച്, ദേഷ്യപ്പെട്ട്, വളരെയധികം എന്താ പറയുക, സാഡായി പല രൂപത്തിൽ ഇത് നമ്മൾ പ്രകടിപ്പിക്കും. നമ്മൾ നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവാനൊന്നും കഴിയില്ല. വി വിൽ ഗെറ്റ് അവേ ഫ്രം അവർ വാല്യൂസ്. ഈ വാല്യൂസ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച്, ഗുണങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് സ്നേഹം, കാരുണ്യം, സത്യബോധം, അതുപോലെ ഉത്തരവാദിത്വം, മറ്റുള്ളവരോട് പ്രൊട്ടക്റ്റീവായിട്ട് പെരുമാറുക, അതുപോലെ കറേജിയസ് എന്ന് പറഞ്ഞാൽ ധൈര്യം, ഇതൊക്കെയാണ് ഒരു വാല്യൂസ്. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് നമ്മൾ ഈ ചിന്തകൾ നമ്മളെ ബാധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്ട്രെസ് അനുഭവപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മൾ രണ്ട് രൂപത്തിൽ നയിക്കാം. ഒന്നുകിൽ വി വിൽ ഗെറ്റ് അവേ ഫ്രം അവർ വാല്യൂ, നമ്മളെല്ലാ വാല്യൂസും, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ചിന്തകൾ കൊണ്ടുപോകും, ഹുക്ക്ഡ്, നമ്മൾ കൊളത്തി വലിക്കും. അല്ലെങ്കിൽ ഈ ചിന്തകൾ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ നമ്മുടെ വാല്യൂസ് വളരാനും കാരണമാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഹുക്ക്ഡ് ആവുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അങ്ങനെ ബാധിച്ചാൽ ചിലരെന്താ പ്രകടിപ്പിക്കുക വെച്ചാൽ ഫൈറ്റ് ചെയ്യും. ഫൈറ്റ്ഫുൾ സ്പിരിച്വാലിറ്റി ആയിരിക്കും അവർക്കുള്ളത്. എല്ലാവരോടും ചിലപ്പോൾ കാണിച്ചില്ലെങ്കിലും മനസ്സിൽ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. ചിലപ്പോൾ ഫ്ലൈറ്റിംഗ് ടെൻഡൻസി ആവും. അതായത് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കും. ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ചിലപ്പോൾ ആർഗ്യൂ ചെയ്യും. ഈ അങ്ങനെ ശരിയായില്ല, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ആർഗ്യൂ ചെയ്യും. മിണ്ടാതിരിക്കണോലും മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആർഗ്യൂ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണ് ചിലർ ഈ സ്ട്രെസ്സിന് കാണിക്കുന്ന റെസ്പോൺസ്. നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ, ബെഡ് കിടന്നിട്ടോ ഈ തോട്ട്സ് എങ്ങനെ സോൾവ് ചെയ്യുന്ന കംപ്ലീറ്റ് നേരം അതായിരിക്കും നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകലത്തിലാവും. മറ്റുള്ളവർ വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ, ഒരാളോട് മുണ്ടുന്നില്ലല്ലോ, ഈ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. കാരണം ഈ തോട്ട്സ് സോൾവ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇവൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം. അല്ലാതെ ഇവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്ട്രെസ്സ് പരിധിയിലും കൂടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെ ഈ തോട്ട്സ് നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഞാൻ പറയുന്നത്. ഫോക്കസ് ചെയ്യുക, എൻഗേജ് ചെയ്യുക, അതുപോലെ പേ അറ്റൻഷൻ, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഫോക്കസ് ചെയ്യുക, എൻഗേജ് ചെയ്യുക, പേ അറ്റൻഷൻ ടു അതേഴ്സ്. ഞാൻ പറഞ്ഞുതരാം. ചിലർ ചോദിക്കും ഈ തോട്ട്സ് നല്ലതല്ലേ, കാരണം നമ്മുടെ ഫ്യൂച്ചറിനെ നന്നാക്കാൻ വേണ്ടി പാസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ചെയ്യുന്നത് നല്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് നല്ലതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടിയാൽ ഈ തോട്ട്സ് നമ്മളെ നശിപ്പിക്കുക ചെയ്യുക, നമ്മളെ വളർത്തുകയല്ല ചെയ്യുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊരു ലെവലിൽ നമ്മൾ കൊണ്ടുവെക്കണം. അതായത് തീരെ തോട്ട്സ് ഇല്ലാതെ കള്ളും കുടിച്ച് നടക്കുകയല്ല വേണ്ടത്. പക്ഷേ നടുവിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയാൽ നമുക്ക് എന്ത് ചെയ്യും, നഷ്ടം അനുഭവിക്കുക. സ്ട്രെസ് പറ്റ കുറഞ്ഞാൽ നമ്മൾ വി ആർ എസ്കേപ്പിംഗ് ഫ്രം ദ റിയാലിറ്റി. അതല്ല, സ്ട്രെസ് കൂടിയാലോ ദ തോട്ട്സ് ആർ ഡിസ്ട്രോയിങ് അസ്. സോ അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ മിഡിൽ. എങ്ങനെ ഇപ്പോൾ സ്ട്രെസ്സിൽ നിന്ന് ഈ തോട്ട്സിൽ നിന്ന് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ആക്ടിവിറ്റീസിൽ സന്തോഷം കണ്ടെത്തുക.
ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്ത് ആ ചായ കുടിക്കുക. അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ വാംത്ത്, അതെല്ലാം വളരെയധികം എൻജോയ് ചെയ്ത് കുടിക്കുമ്പോൾ നമ്മൾ ആ തോട്ട്സ് നിന്ന് മെല്ലെ കഴിച്ചിലായിട്ട് ഫോക്കസ് ചെയ്യാൻ പഠിക്കും. വീണ്ടും ആ തോട്ട്സ് വന്നാൽ വീണ്ടും എൻജോയ് ചെയ്യുക, വീണ്ടും ആ തോട്ട്സ് വന്നാൽ വീണ്ടും എൻജോയ് ചെയ്യുക. അങ്ങനെ റീഫോക്കസ് ആൻഡ് ഫോക്കസിങ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ സംസാരിക്കാം, നമുക്കൊരു കളി കളിക്കാൻ പറ്റിയെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ പിന്നെ കുക്കിങ്, അതുപോലെ വാഷിങ്, നമ്മുടെ ബോഡി ഹൈജീനിക് ആക്കുക, അതെല്ലാം പറ്റും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഓവർ തോട്ട്സിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഈ ഓവർ തോട്ട്സ് വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ചുഴലിക്കാറ്റ് പോലെ നമ്മളെ കറക്കി മേലേട്ട് കൊണ്ടുപോകും. ആദ്യം സങ്കടം ഉണ്ടാവുള്ളൂ, പിന്നെ ദേഷ്യം വരും, പിന്നെ എന്താ പറയുക, ഒരു വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും, പിന്നെ എല്ലാവരോടും ഫൈറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ നമ്മളെ താഴത്തുനിന്ന് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ചിന്തകൾ കൂടിയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗ്രൗണ്ടിങ്, മേലെന്ന് എയർന്ന് താഴെ ഇറങ്ങുക. എന്നാൽ ഏറ്റവും ലോവർ ലെവലിൽ വളരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റും. അതിനാണ് ഈ ഫോക്കസിങ് ടെക്നിക്ക് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി എൻഗേജും ഉണ്ട്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ WHO പ്രസിദ്ധീകരിച്ച ഗൈഡ് ലൈൻ്റെ ഇനീഷ്യൽ പാർട്ടേ പറയുന്നുള്ളൂ. നമ്മൾ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ കണ്ണ് തുറന്നാലും കുഴപ്പമില്ല, ശരിക്കും നമ്മുടെ ചുറ്റുമുള്ളത് എന്താണെന്ന് നോക്കുക. മനസ്സ് ചൂടായി പോകുന്ന മനസ്സിനെ ശാന്തമാക്കാനുള്ള ടെക്നിക്സാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, വളരെ കാമായിട്ട് നമ്മുടെ പാദങ്ങൾ നിലത്ത് ഉറപ്പിച്ച് നിർത്തുക. ചെരുപ്പിടണ്ട. എന്നിട്ട് കൈ ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം കൈ ഇങ്ങനെ താക്കുക, പിന്നെ ശ്വാസം വലിക്കുക, എന്നിട്ട് സ്ലോലി വിടുക. നമ്മൾ ആ ബ്രീത്തിങ് ശരിക്കും നോക്കുക. നമ്മൾ ചുറ്റും എന്തൊക്കെയാണ് കാണുന്നത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറേ പക്ഷികളെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, വേറെ ആരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്ന എന്തൊക്കെ നോക്കുക, എന്തൊക്കെ സ്മെല്ലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, നമ്മൾ എന്തൊക്കെ കാണുന്നത് നോക്കുക. പ്രകൃതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കുക. അപ്പോൾ നമ്മുടെ പുകയുന്ന മനസ്സ് ശാന്തമായിട്ട് നമ്മുടെ സ്ട്രെസ്സ് ഒപ്റ്റിമത്തിലെത്തും. അതായത് കുറവുമില്ല, കൂടുതലുമില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ബാക്കി നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം. എന്താ ഞാൻ പറഞ്ഞ്, ചെറിയ ആക്ടിവിറ്റീസിൽ നമ്മൾ ഹുക്ക്ഡ് ആവുമ്പോൾ നമ്മളെ മനസ്സിനെ കൊണ്ടുപോയി വെക്കണം. അല്ലാതെ ഓവറായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യമില്ല. തീരെ സ്ട്രെസ് ഇല്ലാതെ ചെയ്ത് നടന്നിട്ടും ഒരു കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ റിയാലിറ്റിയിലെത്തുക. എപ്പോഴും യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതാണ് അതിൻ്റെ ശരി. ചിലർ കള്ളുടിക്കും, ചിലർ ഡ്രഗ് ഉപയോഗിക്കും, ചിലർ എന്ത് ചെയ്യും, അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടും. ഇതൊന്നുമല്ല അതിൻ്റെ രീതി. ഇത് നമ്മൾ സത്യം എപ്പോഴും സ്വീകരിച്ചാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഫീൽ വാട്ട് യു ഗുഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തുടർച്ച നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പറയും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഇത് പുറത്ത് പോയി പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ് ആൻഡ് വി വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക് യു വെരി ഗെയിം. അതായത് സ്ട്രെസ് ഇങ്ങനെ മാനേജ് ചെയ്താൽ നമ്മൾ നമ്മുടെ വാല്യൂസിലെത്തും, നമ്മുടെ ഗുഡ് ക്വാളിറ്റീസിലെത്തും. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് ശാന്തമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് കൂടിയാലും നമുക്ക് കുഴപ്പമാണ്, സ്ട്രെസ് കുറഞ്ഞാലും കുഴപ്പമാണ്. നമ്മുടെ വാല്യൂസ് നഷ്ടപ്പെടും, നമ്മുടെ ഗുണങ്ങൾ നഷ്ടപ്പെടും. ഇതൊരു പ്രാക്ടീസായിട്ട് എടുക്കണം. അതായത് സ്ലോലി നമ്മൾ എന്താ പറയുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ഭയങ്കര സ്ട്രോങ് ആവില്ലേ, അതുപോലെ നമ്മളിത് അഗെയിൻ പ്രാക്ടീസ്. നമ്മൾ ഹുക്ക്ഡ് ആയാലും ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ വീണ്ടും വരും അങ്ങനെ ചെയ്ത് നമ്മുടെ മൈൻഡിനെ നമ്മൾ വളരെ പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് റെസൈലൻ്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, താങ്ക് യു അഗെയിൻ, ബൈ.